പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതം ഒരു വലിയ ഒരു കോമഡിയാണ്. കാരണം ഞാൻ ജീവിതത്തിൽ ഒത്തിരിയേറെ സമ്പത്തും അധികാരവും അതുപോലെ തന്നെ വലിയ 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 പോസ്റ്റുകളിലൊക്കെ ഇരുന്നിട്ടുള്ള ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി, ഒരു കോടീശ്വരനായൊരു മനുഷ്യൻ, ഒത്തിരിയേറെ സമ്പത്തും വാഹനങ്ങളും ഒരു കൊട്ടാര സദൃശ്യമായ വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം ദാനധർമ്മങ്ങളൊന്നും ചെയ്യില്ല. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട സ്കോച്ച് അടിക്കും. ഇഷ്ടപ്പെട്ടത് പുഴമീനാണ്, അത് നന്നായിട്ട് കഴിക്കും. അദ്ദേഹത്തിന് റാമൂളി അദ്ദേഹം പറയുന്നത് കേട്ട് തമാശയും ചിരിയും അഭിനയിച്ചുകൊണ്ട് കുറച്ച് ഏതാനും റാമൂളികൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടുന്ന 2-3 തുള്ളി മദ്യം കഴിച്ച് അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ ചെലവിടുന്നവർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തുകൂടെ, ദാനധർമ്മങ്ങൾ ചെയ്തുകൂടെ? അദ്ദേഹം പറയും, ഞാൻ കഷ്ടപ്പെട്ട ഈ സ്വത്ത്, ഈ കാണാവുന്ന സമ്പത്ത് ഞാനൊരു പട്ടികൾക്കും കൊടുക്കില്ല. എൻ്റെ 3 തലമുറക്ക് സുഖമായിട്ട് ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കാനുള്ള സ്വത്ത് എൻ്റെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ അദ്ദേഹം മരണപ്പെട്ടു. അറ്റാക്കായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവശരീരം ഞാൻ കണ്ടു. അദ്ദേഹം വെച്ചിരുന്ന സ്വർണ്ണപ്പല്ലുകളെല്ലാം അടർത്തി മാറ്റി, ശരീരത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറ്റി, അദ്ദേഹം വെറും ഒരു പുഴു പോലെ ഒരു വെറും പായയിലിങ്ങനെ കിടക്കുന്ന നശ്വരാവസ്ഥ കണ്ടു. കുറേ സമയം ഞാനവിടെ ചെലവിട്ടു. ഏതാനും സമയത്തിന് ശേഷം അദ്ദേഹം അഗ്നിക്കിരയായി ഒരു പിടി ചാമ്പലായി മാറി. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ വരികൾ വലിയ അർത്ഥം നൽകുന്നു. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും മഹത്വമുള്ള സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എങ്കിൽ നിനക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ. നമുക്ക് ലാളിത്യത്തോടെ ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം, പരമാവധി മറ്റുള്ളവരെ സഹായിക്കാം, ഈ ലോകത്തിൽ സന്തോഷത്തോടെ വേർപിരിയാം.